നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പാർലമെന്റ് സംഘർഷത്തിൽ BJP MPമാരെ ആക്രമിച്ചെന്ന കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയത് 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ. ജീവൻ അപായപ്പെടുത്തും വിധം പെരുമാറി, മനഃപൂർവ്വം മുറിവേൽപ്പിച്ചു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ 5 വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസ് പാർലമെന്റ് പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അതേസമയം BJP MPമാർക്കെതിരെ കോൺഗ്രസ് വനിതാ MPമാർ നൽകിയ പരാതിയിലും ക്രൈംബ്രാഞ്ചിന് കൈമാറി. പക്ഷേ ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല. പാർലമെന്റ് സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്വമേധയാ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ. നാഗാലാൻഡ് വനിതാ MP ഫഗ്നോൻ ഖന്യോക്കിൻ്റെ ആരോപണത്തിലാണ് നടപടി. വനിതാ MPമാരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ സഭാ അധ്യക്ഷന്മാർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് രഹ്തർ ആവശ്യപ്പെട്ടു. കൊപ്രയുടെ താങ്ങുവില ഉയർത്തി കേന്ദ്ര സർക്കാർ. 2025 സീസണിൽ ഫെയർ ആവറേജ് ക്വാളിറ്റി മില്ലിംഗ് കൊപ്രയുടെ താങ്ങുവില കിൻഡലിന് 11,582 രൂപയായാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഉണ്ടക്കൊപ്രയുടെ താങ്ങുവില കിൻഡലിന് 12,100 രൂപയായും നിശ്ചയിച്ചു. ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഹരിക്കുന്നതിന് കൊപ്ര ഉൽപ്പാദനം കൂട്ടാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുമെന്നും സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതി അറിയിച്ചു. വയനാട് പുനരധിവാസത്തിനായി വ്യാപാരങ്ങൾ ഇല്ലാത്ത ഭൂമി എത്ര വില കൊടുത്തും സർക്കാർ ഏറ്റെടുക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. ദുരന്തം നടന്ന് 2 മാസത്തിനകം 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ നടപടികൾ ആരംഭിച്ചുവെന്നും കോടതി വിധി വന്നാൽ മണിക്കൂറുകൾക്കകം തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. പുനരധിവാസം സമയബന്ധിതമായി തന്നെ നടപ്പാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ ടൗൺഷിപ്പിനായുള്ള ഗുണഭോക്താക്കളുടെ ആദ്യഘട്ട പട്ടികയിൽ 388 കുടുംബങ്ങൾ. ആക്ഷേപങ്ങൾ ഉള്ളവർക്ക് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 15 ദിവസങ്ങൾക്കുള്ളിൽ പരാതി നൽകാം. 30 ദിവസത്തിനു ശേഷം അന്തിമ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. വീട് ഒലിച്ചുപോയവർ, പൂർണ്ണമായും തകർന്നവർ, ഭാഗികമായും വീട് തകർന്നവർ എന്നിവരെയും മറ്റെവിടെയെങ്കിലും വീടില്ലാത്തവരെയുമാകും 1-ാം ഘട്ടത്തിൽ പുനരധിവസിപ്പിക്കുക. മേപ്പാടി പഞ്ചായത്ത് 382 കുടുംബങ്ങളുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീണു. റിയോ ഡി ജനീറോ തെരുവിലെ 3 തലമുറകളുടെ അരക്ഷിത ജീവിതത്തിൻ്റെ കഥ പറഞ്ഞ പെഡ്രോ പ്രയറി സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രം മാലുവിന് മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ലഭിച്ചു. മികച്ച സംവിധായകനുള്ള രജത ചകോരം ഫർഹദ് ഹാഷ്മിക്ക് ലഭിച്ചു. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ക്രിസ്റ്റഫർ ലിയോണും ജോക്കിൻ കോസിനോയ്ക്കുമാണ്. മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ 5 പുരസ്കാരങ്ങൾ നേടി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കൊടുവള്ളി ആസ്ഥാനമായുള്ള MS സൊല്യൂഷനെതിരെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. സമുദായ സംഘടനകളോട് രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും അടുപ്പം പുലർത്തണമെന്നും സാമുദായിക നേതാക്കന്മാരുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തലയെ മാതൃകയാക്കണമെന്നും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മന്നൻ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായി ചെന്നിത്തലയെ NSS ക്ഷണിച്ചതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അതേസമയം പ്രതിപക്ഷ നേതാവിന് വേണ്ട മെയ്വഴക്കം VD സതീശനില്ലെന്നും അദ്ദേഹത്തിൻ്റെ നാക്ക് മോശമാണെന്നും പക്വതയില്ലാത്ത വെറുപ്പ് വിലക്ക് വാങ്ങുന്ന ആളാണ് പ്രതിപക്ഷ നേതാവെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിലും കഴിഞ്ഞ ദിവസം പാർലമെന്റ് സംഘർഷത്തിലും പ്രതിഷേധിച്ച് വിജയ് ചൗക്കിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ MPമാർ ഒരുമിച്ച് ചേർന്ന് പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് കണ്ട് കോൺഗ്രസ് ഭയപ്പെടില്ലെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. ഇന്ത്യൻ ഭരണഘടനയും ഭരണഘടനാ ശില്പിയായ അംബേദ്കറിനെ അപമാനിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും ഭാരതീയ ജനതാ പാർട്ടിയും ഒരു പതിവാക്കിയെന്ന് രമേശ് ചെന്നിത്തല. ഇത് രാഷ്ട്രത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തിരുത്തിയെഴുതാനാണ് കുറെ കാലമായി BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ
ുന്നുണ്ടെന്ന ധനവകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. 6 പാർട്ട് ടൈം സ്ലീപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക 18% പലിശ സഹിതം തിരിച്ചടക്കാനും പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബു 56 ആണ് ബാങ്കിന് മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു ഇന്നലെ ബാങ്കിലെത്തിയിരുന്നു. എന്നാൽ നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് വിവരം. കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കട്ടപ്പനയിലെ വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരി സാബു ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP കോൺഗ്രസ് പ്രവർത്തകർ BJP കോൺഗ്രസ് വ്യാപാരി വ്യവസായി സംയുക്തമായി കട്ടപ്പന നഗരത്തിൽ 1 മുതൽ വൈകിട്ട് 5 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചു. പ്രതിഷേധക്കാർ നഗരത്തിൽ റോഡ് ഉപരോധം ആരംഭിച്ചു. RDO സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുനൽകില്ലെന്ന ബാങ്ക് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാതെ പിരിഞ്ഞുപോകില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കേസിന്റെ വിചാരണ അടിയന്തരമായി നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതേ തുടർന്നാണ് ആന്റണി രാജു നേരിട്ട് കോടതിയിലെത്തിയത്. കേസ് MP MLA കോടതിയുടെ പരിധിയിൽ വരുന്നതാണെന്ന് ആന്റണി രാജുവിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് പെറ്റീഷൻ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമെന്ന് റിപ്പോർട്ട്. ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അറിയിച്ചുകൊണ്ട് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. ശ്വസന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളുടെ പ്രവർത്തനവും മോശമായതായി ഡോക്ടർമാർ അറിയിച്ചു. വയനാട്ടിൽ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെറ്റായ ആസ്തി വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയോട് മത്സരിച്ച BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസാണ് ഹർജി നൽകിയത്. സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. DC ബുക്സ് ഉടമ രവി DC AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.